സാർ പേടിയാകുന്നു, എന്ത് ചെയ്യണമെന്നറിയില്ല എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയക്കുന്ന മക്കളോടാണ്. മക്കളെ, കഴിഞ്ഞ ഒരു വർഷക്കാലം നമ്മൾ കഷ്ടപ്പെട്ടിരുന്ന് പഠിച്ചിട്ടുണ്ട്. നമുക്ക് വേണ്ടി അത്രമാത്രം എഫേർട്ട് എടുത്ത നമ്മുടെ ടീച്ചേഴ്സ് ഉണ്ട്, അല്ലേ? നമ്മൾ ഉണരുന്നതിന് മുമ്പ് നമുക്ക് വേണ്ടി ഉണർന്ന നമ്മുടെ പാരൻസ് ഉണ്ട്. ഇവരുടെ ഒന്നും കഷ്ടപ്പാട് വെറുതെ ആയി പോവില്ല. നാളത്തെ എക്സാം നമുക്ക് എളുപ്പമായിരിക്കും. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നാളത്തെ പരീക്ഷ എന്ന് പറയുന്നത് എല്ലാത്തിൻ്റെ അവസാനമൊന്നുമല്ല. നമുക്ക് ഏറ്റവും അടിപൊളിയായിട്ട് തന്നെ പരീക്ഷ എഴുതാൻ സാധിക്കും. നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഇന്ന് നിങ്ങൾ പുതുതായിട്ടൊന്നും പഠിക്കാൻ ശ്രമിക്കേണ്ട. ഓൾറെഡി പഠിച്ച കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് നോക്കുക. എന്നിട്ടൊന്ന് നേരത്തെ ഒന്ന് കിടന്നുറങ്ങുക. നാളെ നേരത്തെ എഴുന്നേൽക്കണം. പരീക്ഷാ ഹോളിലേക്ക് നേരത്തെ തന്നെ പോവുക. കാരണം ടെൻഷൻ അടിച്ച് ഓടിപ്പിടച്ചല്ല നിങ്ങൾ എക്സാം ഹോളിലേക്ക് എത്തേണ്ടത്. കൂൾ ഓഫ് ടൈം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ മുഴുവനായിട്ട് വായിക്കാനുള്ള സമയമല്ല. ആ സമയം നിങ്ങൾ വളരെ റിലാക്സ്ഡ് ആയിട്ട് അവിടെ ഇരിക്കുക. എന്നിട്ട് പറ്റുവാണെങ്കിൽ ഈ ബോക്സ് ബ്രീത്തിങ് പോലത്തെ ടെക്നിക്സൊക്കെ നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. അതായത് 4 സെക്കൻഡ് കൊണ്ട് ബ്രീത്ത് ഇൻഹേൽ ചെയ്യുക, 4 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക, 4 സെക്കൻഡ് കൊണ്ട് എക്സെയിൽ ചെയ്യുക. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങളുടെ ബോഡിയും മൈൻഡും ഒക്കെ ഒന്ന് റിലാക്സ്ഡ് ആവും. അങ്ങനെ വളരെ റിലാക്സ്ഡ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് പരീക്ഷ എഴുതാൻ സാധിക്കും. നിങ്ങൾ പഠിച്ച ചോദ്യങ്ങൾ തന്നെ ചോദിക്കുള്ളൂ. എക്സാം ഹോളിൽ നിന്ന് പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് ഓർത്തെടുക്കാനും സാധിക്കും. ഇനി എങ്ങാനും ഒരു എക്സാം ടഫായി പോവുകയാണെങ്കിൽ ആ എക്സാമിനെ ആലോചിച്ച് നമ്മൾ സങ്കടപ്പെടുന്നു വേണ്ട. കാരണം ഈ പരീക്ഷയല്ല നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. നമ്മൾ ഇനി അങ്ങോട്ട് എങ്ങനെ ശ്രമിക്കുന്നു എന്നതനുസരിച്ചാണ് നമ്മുടെ സക്സസ് ഒക്കെ തീരുമാനിക്കപ്പെടുന്നത്. നമ്മൾ പണ്ട് കളിക്കുടുക്കയിലുള്ള ചില കുത്തുകളൊക്കെ യോജിപ്പിക്കുന്ന സമയത്ത് നമുക്കൊരു മനോഹരമായിട്ടുള്ള ചിത്രം കിട്ടാറുണ്ട്. അതുപോലെ നമ്മുടെ ലൈഫിലുള്ള സന്തോഷം നിറഞ്ഞ സമയങ്ങളും അതുപോലെ സങ്കടപ്പെട്ടിട്ടുള്ള, ആകുലപ്പെട്ടിട്ടുള്ള, പേടിച്ചിട്ടുള്ള സമയങ്ങളൊക്കെ കടന്ന് നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് നമുക്ക് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പിക്ചർ നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. സോ മുന്നോട്ട് നടക്കുക. ഈ പരീക്ഷ ഒന്നിൻ്റെ അവസാനമല്ല. നാളത്തെ എക്സാം നിങ്ങൾക്ക് എളുപ്പമായിട്ട് ഗംഭീരമായിട്ട് എഴുതാൻ പറ്റും. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. കൂടെ ഉണ്ടാകും. റിസൾട്ട് എന്ത് തന്നെ ആയാലും നിങ്ങളുടെ എഫേർട്ടാണ് നിങ്ങളുടെ റിസൾട്ടിനപ്പുറത്ത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എവിടെ എത്തും എന്നുള്ളത് തീരുമാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ നാളത്തെ പരീക്ഷയെ ആലോചിച്ച് നിങ്ങളൊന്നും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഒരു ടെൻഷനൊക്കെ തോന്നുന്നുണ്ടെങ്കിലും അത് നോർമലാണെന്ന് മനസ്സിലാക്കുക. നാളെ എക്സാം ഹോളിൽ ഒരു പ്രശ്നമില്ലാതെ നിങ്ങൾക്ക് എക്സാം എഴുതാൻ സാധിക്കും. കൂടെ ഉണ്ടാകും. സ്നേഹം.